ഐഡിയാസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കൂർഗ് സ്റ്റൈൽ പാപ്പുട്ടാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. പുട്ടുപൊടി ഉണ്ടെങ്കിൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു പാപ്പുട്ട് സാധാരണ പാലൊഴിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുക. പാക്കറ്റ് പാലല്ലെങ്കിൽ പശുവും പാലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പാലാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അജ്മിയുടെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർക്കാം കേട്ടോ. പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പോളം തേങ്ങ ചിരകിയത് കൂടെ ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു പൊടി ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാം, ഒന്ന് നനച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം 1 കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലിന് പകരമായിട്ട് പശുവും പാലോ അതല്ലെങ്കിൽ പാക്കറ്റ് പാലോ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ചൂടാറിന് ശേഷം വേണം കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ അതേ 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇത് നമ്മളൊന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് വെള്ളം പോലെ ഇരുന്നാലും ഇതൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ട് കിട്ടിക്കോളും. ഇവിടെ 1/4 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം കേട്ടോ അത് എടുക്കാനായിട്ട്. 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാനിത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ എടുക്കുന്ന സമയത്ത് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ വീണ്ടും കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ലൂസാക്കിയിട്ട് എടുക്കുക. നമ്മൾ സാധാരണ പുട്ടിനെ നനച്ചെടുക്കണ പോലല്ല കേട്ടോ അത് നനച്ചെടുക്കുക. കുറച്ച് ലൂസായിട്ടുള്ള പരുവത്തിൽ വേണം ഈ ഒരു മാവ് കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 1/4 കപ്പോളം തേങ്ങാപ്പാൽ കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലൊരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു മാവ് നിറച്ച് കൊടുക്കുന്നത്. അപ്പോൾ മാവ് മൊത്തത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. അതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം വേണം കേട്ടോ അത് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇത് അടച്ചിട്ട് ഒരു 25 മിനിറ്റോളം ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 25 മിനിറ്റ് ശേഷം ഇതൊന്ന് തുറക്കുകയാണ് കേട്ടോ. അതിപ്പോൾ നല്ലോണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വെക്കാം കേട്ടോ. നന്നായിട്ട് ചൂടാറിന് ശേഷം പിന്നെ ഇതുപോലെ ഒന്ന് വിടിയിച്ച് കൊടുക്കാം കേട്ടോ അതിൻ്റെ സൈഡൊക്കെ. അതിന് ശേഷം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുക. അതിന് ശേഷം ഇങ്ങനെ ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിങ്ങനെ വിട്ട് വരും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഇത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കറി വേണമെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ. ചിക്കനോ മട്ടനോ അങ്ങനെ ഏതാണോ ഇഷ്ടം അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാം. പിന്നെ തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റാണ് വെറുതെ കഴിക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യണം കേട്ടോ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കും കൂടെ വേണേ. അപ്പം ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.